ഇപ്പോൾ വെച്ചാൽ വരെ നമ്മളിപ്പം പന്തളം കുളനടയുള്ള ആരോഗ്യ നികേതനത്തിൻ്റെ ഹെൽത്ത് തീം പാർക്കിലാണ്. അപ്പം ഇവിടെ നോക്കിയാൽ കാണാം ഒരു സ്റ്റാച്ചുവും അതുപോലെ തന്നെ ആനയുടെ സ്റ്റാച്ചു, അതുപോലെ തന്നെ ഒരുപാട് ചിൽഡ്രൻസ് പാർക്കും, അത് ഒരുപാട് സെറ്റപ്പുകളുണ്ട്. ഇത് ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് പാസ് എടുത്ത് കയറുന്നൊരു സെറ്റപ്പൊന്നും ആയിട്ടില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കയറാം, കാണാം. ക്യാമറയൊന്നും അലൗഡല്ല, മൊബൈൽ ക്യാമറ വെച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം, അത് അലൗഡാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിവിടെ കാണാനുണ്ട്. നമുക്കെന്തായാലും ഇതെല്ലാം ഒന്ന് ഓടി നടന്ന് കാണാം. ചെങ്കോലാറിൻ്റെ തീരത്താണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ല സെറ്റിങ്ങാണ്. സെറ്റിങ് കഴിഞ്ഞോന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്നത്തേക്ക് ഇത് ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞേ വിഷ്ണു വച്ച? ഒരു വർഷം പിടിക്കും. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത് ഫുൾ ഓപ്പൺ ആക്കത്തുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. അത് മരങ്ങളും എന്താ വള്ളിപ്പടപ്പുകളും വൻ സെറ്റപ്പാണ്. ചിൽഡ്രൻസ് പാർക്കും ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. അവിടെ ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഓപ്പൺ ജിമ്മും ഒക്കെ ഉണ്ട്. വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിനൊന്നും പ്രത്യേകിച്ച് പാസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, നിലവിലില്ല. അല്ലെങ്കിലും ഒറ്റ പാസേ കാണുള്ളൂ. ഇതിനകത്തുള്ളിലേക്ക് കയറാൻ വേണ്ടിയുള്ള പാസേ കാണുള്ളൂ. ഓപ്പൺ ജിമ്മും സെറ്റപ്പും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹെൽത്ത് തീം പാർക്കല്ലേ, അപ്പം അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം. ഡിപ്സ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഡിപ്സ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ കയറി നിൽക്കും ഇങ്ങനെ? ഇതല്ലേ പിടിക്കാനുള്ളതുണ്ട്. കൊല്ലത്തൊരു സംഭവം ഉണ്ടല്ലോടാ, ഞാൻ കിടന്ന 200 രൂപ 2000 രൂപ കൊണ്ട് കിട്ടും. അതെല്ലായിടത്തും ഉണ്ട്, കൊല്ലത്ത് മാത്രമല്ല, എവിടെയുണ്ട്? എല്ലായിടത്തും ഉണ്ട്. വേറെ എവിടെ ഉണ്ട്? വേറെ എന്ത്? മെഴുവേലി കാണുന്ന ആള് നാളെ മെഴുവേലി കാണുമല്ലോ. ഒരു ആനയുടെ സ്റ്റാച്ചു കാണാം. ഇതാരേ? ആനയുടെ കൊമ്പിലോ തുടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മണികണ്ഠന അവിടെ ഒരു കാടിൻ്റെ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. ചെങ്കോലല്ലേ, ചെങ്കോലാറിൻ്റെ തീരത്ത് ഒരു കാട് പോലെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. അതിനകത്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഒരു സൈഡിൽ നമ്മൾ വന്നിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകുന്നിടത്ത് കുറേ കാര്യങ്ങൾ കാണാനുണ്ടല്ലേ? ഇനിയും കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. എല്ലാവരും മാക്സിമം വന്ന് കാണുക. കുളനട ഏത് ഹോസ്പിറ്റലിൻ്റെ? കുളനട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു റൈറ്റിലോട്ടൊരു വഴി കാണാം. ആ വഴിയെ കുറച്ച് ഉള്ളിലോട്ട് വരണം. ബോർഡ് കാണാം അവിടെ നമ്മൾ വരുമ്പോൾ. ഇതിവിടെ കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. അതുവരെ നമ്മൾ കണ്ട ആനക്കുട്ടിയുടെ സ്റ്റാറ്റുവിൻ്റെ പുറകിലാണ് നമ്മളിപ്പോൾ. ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സ്റ്റേജാണ് കാണുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഒരു അറിഞ്ഞു വരുന്നേ ഉള്ളൂ ആൾക്കാർ. നമ്മളും ഞാനും ഇപ്പോൾ ഈ ഇടയ്ക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം ഒരുപാട് കാര്യങ്ങളോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഏറുമാടമൊക്കെ കാണാം. അപ്പോൾ അത് ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും.
വരാൻ പോകുന്ന ഒന്നുണ്ടോ അതൊക്കെ 72 ഇവിടെ കാണാം നമുക്ക്. മിയാവാക്കി ഫോറസ്റ്റ്, വെജിറ്റബിൾ ഫാം, ഹാർബർ, വാക്ക്വേ, ട്രീ ഹൗസ്, വാട്ടർഫാൾ ഒക്കെ ഇവിടുത്തെ സെറ്റപ്പ് ഇനി ചെയ്യാനുള്ളതുണ്ട്. കുറച്ചൊക്കെ ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ മുകളിൽ പോകും. നമുക്ക് ട്രീ ഹൗസിലോട്ട് പോകും. ഏറുമാടത്തിലോട്ട് പോകും. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. വെച്ചാൽ പ്രകൃതി ഒരു വൈബാണ് ഇവിടെ വരുമ്പോൾ. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നമുക്ക് ജീവിക്കാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നൊരു സംഭവം. കുറച്ച് സമയം നമുക്കിവിടെ വന്ന് ഇത്രയും നേരം നമുക്ക് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നമുക്ക് ജീവിക്കാം. കാട്ടിലൊക്കെ എന്ന പോലെ നമുക്ക് കുറച്ച് നേരം നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാം. അതുകൊണ്ട് ഇവിടെ ആ കാണുന്നതാണ് വാട്ടർഫാള്. അത് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്ന ആ ഒരു ദിവസം ഇത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. ഈ കാണുന്ന 4 പേർക്ക് അതിനകത്ത് കയറി നിൽക്കാൻ ഉള്ള സെറ്റപ്പുണ്ട്. അത് ഒരുപാട് ആൾക്കാരുള്ള സമയത്ത് ഇന്ന് ആൾ കുറവാണ്. ഇന്ന് അവിടെ ഇവിടെയും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരുള്ള സമയത്ത് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. കാരണം ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലേ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്നാണോ ആൾ കൂടുതലുള്ള അന്നേ ഇത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അത് എന്നാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനും പറ്റത്തില്ല. ട്രീ ഹൗസ് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ? ഇതിൻ്റെ മേളിൽ കയറി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അടി കിടപ്പാൻ പറ്റുമോ? അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 4 പേർക്ക് ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പറ്റും. ഈ കാണുന്ന ഇതാണ് വാട്ടർഫാൾ ഇവിടുത്തെ. പിന്നെ ഇവിടെ ചെറിയൊരു കുളമുണ്ട് താഴെ. പിന്നെ നമുക്കിനി ട്രീ ഹൗസിലോട്ട് കയറാം. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ ചെങ്ങന്നൂന്ന് പന്തളത്തിന് വരുമ്പോൾ കുളനട കഴിഞ്ഞിട്ട് കുളനട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ റൈറ്റിലോട്ടൊരു ചെറിയ ഇടവഴിയുണ്ട്, ചെറിയ ഇടറോഡുണ്ട്. ആ ഇടറോഡ് ഇറങ്ങി കുറച്ചുള്ളോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആരോഗ്യ നികേതത്തിൻ്റെ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ആ ബോർഡ് ആരോ കാണിച്ച ആ ഒരു വഴി അങ്ങ് പോയാൽ മതി. ആരോഗ്യ നികേതം ഹെൽത്ത് തീം പാർക്കാണ് നമ്മൾ ഈ കാണുന്നത്. ആരോഗ്യ നികേതത്തിൻ്റെ ഹെൽത്ത് തീം പാർക്കിലോട്ടാണ് നമ്മൾ വന്ന് കയറുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ ട്രീ ഹൗസാണ്. ചാമര ട്രീ ഹൗസിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ ഉള്ള വ്യൂ ആയത്. തൊട്ട് താഴെ വേണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പ്. അതിൻ്റെ താഴെ എനിക്ക് തോന്നുന്നു ഇനി വരാനുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. വരാനുള്ള അവിടെ എഴുതി വെച്ചേക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വരാനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് മറ്റേ നെല്ല് നട്ടേക്കുന്നു. ചെറിയൊരു കുളമുണ്ട്. പിന്നെ അപ്പുറേ കാണുന്ന ആ ഭാഗം നമ്മൾ വന്ന ആ ഒരു ആനക്കുട്ടി നിൽപ്പുണ്ട് അവിടെ. പിന്നെ അങ്ങോട്ട് മാറി അതിനകത്ത് ഒരു ഓപ്പൺ ജിമ്മ്. കുറച്ച് അങ്ങോട്ട് മാറി അങ്ങോട്ട് പോകുന്നിടത്ത് വല്ലതും ഉണ്ടോ ഇനി വേറെ? ഇത് മൊത്തം കാടാണ്. കാട് സെറ്റപ്പ് ചെയ്തെടുത്തല്ലേ കാടായിട്ട്. മരങ്ങൾ നട്ട് വളർത്തിയ കാടിൻ്റെ അറ്റ്മോസ്ഫിയർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മരങ്ങൾ നട്ട് വളർത്തി കാടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് മാറി ഇപ്പം അല്ല, അവിടെയും ഒരു കാടിൻ്റെ സെറ്റപ്പാണ് നമ്മൾ വന്ന വഴി. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈബായിരിക്കും. ഇത്രയും നാൾ ഇതിലൊക്കെ നടന്നിട്ട് ഇപ്പോഴാണ് ഇത് കാണുന്നു. പിന്നെ കാട്ടിലോട്ട് പോവാം. വന്ന വഴി പോകുന്നു. നല്ല സെറ്റപ്പ് പോയില്ലേ? പിന്നെ
ഇത്രയും പ്രതീക്ഷയില്ല ഇവിടെ നീ പറഞ്ഞത്. ഇങ്ങനെ സംഭവം സ്ഥലം ഉണ്ടെന്ന് അറിയപ്പോലും ഇല്ല. ഇവിടെ കണ്ടൊക്കെ വരുന്നു എല്ലാം. പിന്നെ വെച്ചാൽ അവരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ക്യാൻറ്റീൻ എങ്ങാണ്ടുണ്ട്, നമ്മൾ കണ്ടില്ല, പറയാൻ കഴിഞ്ഞാണ്. നമുക്കിനി മറ്റേ കാടിൻ്റെ ആ ഒരു സെറ്റപ്പ് കാണാൻ പോകാം. കാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണോ അവർ പറഞ്ഞത്? കാട് നേരത്തെ ഇവിടെ കാടല്ലായിരുന്നു. ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ഒരു ഇതിനു വേണ്ടി കാട് സെറ്റ് ചെയ്തെടുത്താണ്. അത് കാണണ്ടേ? അത് കാണേണ്ട കാഴ്ചയാണ്. ഇവിടെ മാവുണ്ട്, ഇവിടെ പലതരം എനിക്കൊന്ന് വെറൈറ്റിയും മാവുകളാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെ വളർന്ന് സെറ്റായി കഴിയുമ്പോൾ വേറെ ഒരു വൈബാകും. ഒരുപാട് ടൂറിസ്റ്റുകളും ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് വേറെ സെറ്റപ്പാകും. അപ്പോൾ ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചമര കണ്ട് ഇത് ഒരു സെറ്റ് ചെയ്ത് എടുത്ത സംഭവമാണ്. കാടാക്കി എടുക്കാൻ വേണ്ടി ഒരു ചെടികളൊക്കെ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ. പലതരം ചെടികൾ ആ നെറ്റിട്ടേക്കുന്നതിനകത്തൊക്കെ പലതരം ചെടികളൊക്കെ നട്ടു വെച്ചേക്കും. ഉള്ളിലോട്ട് ഉണ്ട്. ഇപ്പം രാത്രിയായിപ്പോയി. അതൊരു മാൻകുട്ടി നിൽക്കുന്നു. ഇവിടൊക്കെ വൻ കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. കാടാണ് മൊത്തം. മരങ്ങളൊക്കെ കിളിച്ച് ഇതൊക്കെ വലിപ്പം വെക്കുമ്പോൾ നല്ല ഒരു കാടിൻ്റെ ഒരു ഇത് കിട്ടും. മൊത്തം പാഷൻ ഫ്രൂട്ടുണ്ട്. ഇതാണ് കാട്. ഇതൊക്കെ വളർന്നു വന്നു കഴിയുമ്പോൾ ഒരു കാടാകും. മച്ചാന്മാരെ ഇവിടെ വരെ ഉള്ളൂ. നമ്മുടെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ സെറ്റായിരിക്കും. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് എല്ലാം വേറെ ലെവലാകും. ചാമര നമ്മുടെ പാർക്കിനകത്തുള്ളൊരു വാക്ക് വേയാണ്. രാത്രി സെറ്റല്ലേ? രാത്രി വേറെ മൂടാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞ്. ഓപ്പൺ ജിമ്മ്. അവിടെ ഓരോരുത്തർ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, ചേട്ടന്മാരൊക്കെ. താപ്പോട്ടൊരു സ്റ്റെപ്പ് കിടപ്പുണ്ടല്ലോ. എനിക്ക് നാട്ടിലോട്ട് ഇറങ്ങാനുള്ളതെന്ന് തോന്നുന്നു. ചെറിയ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് മച്ചാന്മാരെ അവിടെ. ഈ കാണുന്ന ഒരു ക്യാൻറ്റീനാണ്. എന്താ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പഴയ ജലചക്രം, പാടത്തൊക്കെ വെള്ളം തേവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ജലചക്രം, പഴയ കാളവണ്ടി. ഇവിടെ നമ്മുടെ അമ്മൂമ്മ ഓരലിടിക്കുന്നത്. കർഷകൻ. ക്യാൻറ്റീനാണ് മച്ചാന്മാരെ, കഫറ്റേറിയ. വെള്ളം വെറുതെ പഴയപ്പോൾ മത്സ്യകന്യക. പഴയൊരു തറവാടിൻ്റെ മോഡലോടെ വെച്ചാൽ വരെ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഈ ആരോഗ്യ നികേതത്തിൻ്റെ ഹെൽത്ത് തീം പാർക്കിലുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ. ഇനി കുറച്ചൊക്കെ വരാനുണ്ട്. അപ്പം ഒരു മാസത്തിനകം, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഇവിടെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു മാസത്തിനകം ഓപ്പൺ ആക്കുന്ന. അപ്പം ഒരു മാസത്തിനകം പാസ്സൊക്കെ വെച്ചിട്ട് ഓപ്പൺ ആക്കും. അപ്പോഴത്തേക്ക് എല്ലാം ഫുള്ള് സെറ്റായിരിക്കും. അപ്പോൾ പാസ്ത്രാന്ന് പറയത്തില്ല, എന്തായാലും വലിയ തുകയൊന്നും കാണത്തില്ല. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും വന്ന് കാണുക. അന്നത്തേക്ക് നോക്കി നിൽക്കണ്ട, ഇപ്പോഴേ വന്ന് കാണുക. ഇപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് കാണുക, എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും വരാനുള്ള കാര്യങ്ങളും കുറച്ചുകൂടെ ഉള്ളു ഇനി. അപ്പം വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളുടെ ഇനിയും ഇവിടെ വരാനുള്ളൂ. കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഫുള്ള് സെറ്റായി വരണം. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ, ബാക്കിയൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കണ്ടിട്ട് പോകാം. പിന്നെ മറ്റേ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസോർട്ടിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസോർട്ടിന് ചിലപ്പം പൈസ അടയ്ക്കണമായിരിക്കും, പക്ഷേ കയറുന്നതിന് പാസ്സൊന്നുമില്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കാണുകയൊക്കെ ചെയ്യാം. ഒരു മാസം കഴിഞ്ഞിട്ട് ഫുള്ള് സെറ്റായി കഴിയുമ്പോൾ ആ ഒരു പാസ് വെച്ചിട്ട് ആയിരിക്കും കയറ്റുന്ന എടുക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുമെന്ന്. ഇത് കാണാത്തായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ബൈ ബൈ.